ഏവർക്കും ഈസ് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. 9ാം ക്ലാസ്സിലെ ഡ്രീംസ് റിയലൈസ്ഡ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എല്ലാ ക്ലാസ്സുകളിലെയും, അതായത് 1ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള എല്ലാ ക്ലാസ്സിലെയും ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് ഈസ് ഇംഗ്ലീഷിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, യൂസ്ഫുൾ ആയിരിക്കും തീർച്ചയായിട്ടും. സോ ഡ്രീംസ് റിയലൈസ്ഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമായിട്ട് പറയാൻ പറ്റുന്നത് നമുക്ക് സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇത് എഴുതിയിട്ടുള്ളത് മഹാദേവ് ദേശായിയാണ്. അപ്പോൾ ഇദ്ദേഹം ഗാന്ധിജിയുടെ ഒരു സന്തത സഹചാരിയായിരുന്നു, ഒരു അഡ്മയറർ ആയിരുന്നു. ഗാന്ധിജീസ് ബോസ്വെൽ എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് തന്നെ. സോ അദ്ദേഹം ഗാന്ധിജിയെക്കുറിച്ച്, ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള, ഒരു ഫ്രീ ഇന്ത്യയെക്കുറിച്ചിട്ടുള്ള ട്രൂത്ത്, അതിനോട് സത്യവുമായിട്ട് അഹിംസയുമായിട്ട് ഗാന്ധിജി എത്രത്തോളം അടുത്തു നിന്നിരുന്നു എന്നീ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ പറയുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ പഠിക്കാം. സോ ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്ന ഭാഗം വായിക്കുകയാണ്. ഗാന്ധിജി വാസ് പാഷനേറ്റ് അബൌട്ട് അച്ചീവിങ് ഇൻഡിപെൻഡൻസ് ഫോർ അവർ മദർലാൻഡ്. മദർലാൻഡ് എന്ന് പറഞ്ഞാൽ മാതൃഭൂമി, ഇവിടെ ഉദ്ദേശിച്ചത് ഇന്ത്യയാണ്. സോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം, ഇൻഡിപെൻഡൻസ് അച്ചീവ് കിട്ടാൻ ഗാന്ധിജി വളരെയധികം താല്പര്യപ്പെട്ടിരുന്നു. പാഷനേറ്റ് എന്ന് പറഞ്ഞാൽ അതിന് വളരെയധികം ഗാന്ധിജി താല്പര്യപ്പെട്ടിരുന്നു. ഹീ സ്പെയർഡ് നോ എഫേർട്ട് ഫോർ ദിസ്. സ്പെയർഡ് നോ എഫേർട്ട് എന്ന ആ ഒരു ഇഡിയം, അതൊരു പ്രയോഗമാണ്, ഇംഗ്ലീഷിൽ പ്രയോഗം തന്നെ പറയാം. അതിൻ്റെ മീനിങ് വരുന്നത് ഡിഡ് എവറിഥിങ് വൺ പോസിബിളി കുഡ് ഇൻ ഓർഡർ ടു അച്ചീവ് സംതിങ്. സോ ഡിഡ് എവറിഥിങ് വൺ പോസിബിളി കുഡ് ഇൻ ഓർഡർ ടു അച്ചീവ് സംതിങ്. അതായത് ഒരു കാര്യം ലഭിക്കാൻ വേണ്ടിയിട്ട് പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനെയാണ് സ്പെയർ നോ എഫേർട്ട് എന്ന് പറയട്ടോ. ഹീ സ്പെയർഡ് നോ എഫേർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും ചെയ്തു. സോ ഹീ സ്പെയർഡ് നോ എഫേർട്ട് ഫോർ ദിസ് എന്ന് പറഞ്ഞാൽ ഗാന്ധിജി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി എല്ലാ കാര്യവും ചെയ്തിട്ടുണ്ട്. ഹിയർ ഈസ് എൻ അക്കൗണ്ട്. അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ, അതായത് വിവരണം. അക്കൗണ്ട് ഓഫ് ഗാന്ധിജീസ് ടൂർ ഓഫ് ഇംഗ്ലണ്ട് ഡ്യൂറിങ് വിച്ച് ഹി എക്സ്പ്ലെയിൻസ് ഹിസ് ഐഡിയ ഓഫ് എ ഫ്രീ ഇന്ത്യ. ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്കുള്ളൊരു യാത്ര പോയതാണ്. ആ പോയ സമയത്ത് അവിടെ ഒരുപാട് ജനക്കൂട്ടങ്ങളെ, ഒരുപാട് മീറ്റിങ്ങുകളെ അതുപോലെ തന്നെ ജനക്കൂട്ടങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് ഗാന്ധിജി ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അതിൽ ഗാന്ധിജിയുടെ ചിന്തയിലുള്ള, വിഭാവനം ചെയ്ത, ഗാന്ധിജിയുടെ മനസ്സിലുണ്ടായിരുന്ന ഫ്രീ ഇന്ത്യയെക്കുറിച്ച് പറയുന്നുണ്ട്. സോ അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഡ്രീംസ് റിയലൈസ്ഡ് ബൈ മഹാദേവ് ദേശായി. പെട്ടെന്ന് നോക്കാം. ഫസ്റ്റ് പാരഗ്രാഫ്. ഡ്യൂറിങ് ഹിസ് വിസിറ്റ് ടു ഇംഗ്ലണ്ട്, ഗാന്ധിജി അറ്റൻഡഡ് മെനി മീറ്റിംഗ്സ് ദാറ്റ് വർ ഓർഗനൈസ്ഡ് ടു ഓണർ ഹിം. ഡ്യൂറിങ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നിന്നാണ്. ഗാന്ധിജി ഇംഗ്ലണ്ടിൽ വിസിറ്റ് ചെയ്ത സമയത്ത് ഗാന്ധിജി അറ്റൻഡഡ് മെനി മീറ്റിംഗ്സ്, ഒരുപാട് മീറ്റിംഗ് ഗാന്ധിജി അറ്റൻഡ് ചെയ്തു. ദാറ്റ് വർ ഓർഗനൈസ്ഡ്, അത് ആരാണ് ഓർഗനൈസ് ചെയ്തത്? എന്തിനു വേണ്ടിയിട്ടാണ് ഓർഗനൈസ് ചെയ്തത്? ടു ഓണർ ഹിം. ഓണർ എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയെ അദ്ദേഹത്തിന് ബഹുമതി നൽകാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും, അദ്ദേഹം ഇന്ത്യയിൽ ചെയ്തിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളെ അതിനെ അക്നോളജ് ചെയ്തുകൊണ്ട്, അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട്, അനുമോദിക്കാൻ വേണ്ടി നടത്തുന്ന ചടങ്ങുകളായിരുന്നു. ദ സ്റ്റുഡൻസ് ഓഫ് ഫ്രാൻസ് ഓർഗനൈസ്ഡ് എ റിസപ്ഷൻ ഫോർ ദ സ്പിരിച്വൽ അംബാസഡർ ഓഫ് ഇന്ത്യ. സോ ഫ്രാൻസിലെ ഇന്ത്യൻ സ്റ്റുഡൻസ് ഒരു ഓർഗനൈസ് ചെയ്തു, ഒരു റിസപ്ഷൻ, ഒരു പാർട്ടി ഫോർ ദി സ്പിരിച്വൽ അംബാസഡർ ഓഫ് ഇന്ത്യ. സ്പിരിച്വൽ അംബാസഡർ, ഒരു ആത്മീയ ദൂതൻ, അങ്ങനെ പറയാം. എന്തുകൊണ്ടാണ് ഗാന്ധിജിയെ എല്ലാവരും ആത്മീയ ദൂതനായത്? അദ്ദേഹം മതമായിരുന്നില്ല പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ അദ്ദേഹം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം വിപ്ലവരഹിതം, അങ്ങനെയല്ല, ആയുധങ്ങളില്ലാതെ, ആയുധരഹിതമായിക്കൊണ്ടാണ് ഗാന്ധിജി മുന്നോട്ട് കൊണ്ടുപോയത്. എല്ലാ സമരങ്ങളും, സമരമാർഗങ്ങളെല്ലാം നോൺ വയലൻസിൽ നിക്ഷിപ്തമായിക്കൊണ്ടുള്ളതായിരുന്നു. അതായത് ബ്രിട്ടീഷുകാരെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്തിട്ടായിരുന്നില്ല, നമുക്കറിയാലോ, അറ്റാക്ക് ചെയ്തിട്ടോ അതല്ലെങ്കിൽ സായുധ വിപ്ലവത്തിനെതിരായിട്ടായിരുന്നു ഗാന്ധിജിയുടെ മുന്നേറ്റം. അദ്ദേഹം വളരെ ക്ഷമയോടെ സമരമാർഗങ്ങളിലൂടെ, നിസ്സഹകരണത്തിലൂടെയൊക്കെയായിരുന്നു ഈ വിപ്ലവം നയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം രക്തരഹിത ഒരു വിപ്ലവം തീർത്ത ആളായതുകൊണ്ട് തന്നെ ഗാന്ധിജിയെ സ്പിരിച്വൽ അംബാസഡർ ഓഫ് ഇന്ത്യ അങ്ങനെയാണ് എല്ലാവരും വിളിച്ചിരുന്നത്. ദേ വെൽക്കംഡ് ഹിം ആസ് വൺ ബ്രിങ്ങിങ് ലൈറ്റ് ടു ദ എക്സ്പ്ലോയിറ്റേഷൻ ബ്ലൈൻഡഡ് വെസ്റ്റ് ആൻഡ് ആക്ടിങ് ആസ് എ ഹീലിംഗ് ബാം ടു ദ വാർ വിയറി യൂറോപ്പ്. അപ്പോൾ അദ്ദേഹത്തെ എങ്ങനെയാണ് ആൾക്കാർ കണ്ടത്? ദേ വെൽക്കംഡ് ഹിം ആസ് വൺ ബ്രിങ്ങിങ് ലൈറ്റ്,
പ്രകാശം കൊണ്ടുവരുന്ന വ്യക്തിയായിട്ടാണ് ഗാന്ധിജിയെ കണ്ടത്. എങ്ങോട്ടേക്ക്? ടു ദ എക്സ്പ്ലോയിറ്റേഷൻ ബ്ലൈൻഡഡ്. അതായത് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ചൂഷണമാണ്. ചൂഷണം കൊണ്ട് പൊറുതിമുട്ടിയ യൂറോപ്പ്. വെസ്റ്റ് ഇവിടെ ഉദ്ദേശിച്ചത് യൂറോപ്പാണ്. സോ ചൂഷണം കൊണ്ട് പൊറുതിമുട്ടിയ യൂറോപ്പിലേക്ക് അതിനെ ഉണക്കാനുള്ളൊരു ഹീലിംഗ് ബാം, ഒരു റിലീഫ്. ബാമൊക്കെ നമ്മൾ എന്തിനാണ് തേക്കുന്നത്? ഒരു എന്താ പറയുക, വേദനയും ഒക്കെ കുറക്കാനാണല്ലോ. സോ റിലീഫാണ്. സോ ഇവിടെ ഹീലിംഗ് ബാം എന്ന് പറഞ്ഞാൽ റിലീഫ് എന്നുള്ള അർത്ഥം കൊടുത്താൽ മതി. ടു ദ വാർ വിയറി, യുദ്ധം കൊണ്ട് പൊറുതിമുട്ടിയ യൂറോപ്പ്. സോ യുദ്ധം കൊണ്ടും ചൂഷണം കൊണ്ടും പൊറുതിമുട്ടിയ യൂറോപ്പിലേക്ക് ഒരു റിലീഫ്, അതുപോലെ തന്നെ വെളിച്ചവും ഏന്തി വന്ന ഒരാളായിട്ടാണ് ഗാന്ധിജിയെ എല്ലാവരും കണ്ടത്. ഇൻ ഹിസ് റിപ്ലൈ, അതായത് ഗാന്ധിജിയെ അനുമോദിക്കാനുള്ള ചടങ്ങുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ഉപഹാരമൊക്കെ സ്വീകരിച്ചിട്ടുണ്ടാവണം. അതിനുശേഷം അദ്ദേഹം സംസാരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ഇൻ ഹിസ് റിപ്ലൈ ഗാന്ധിജി അഡ്രസ്ഡ് ദം ആസ് ഫ്രണ്ട്സ് ആൻഡ് ഫെലോ സ്റ്റുഡൻസ്. ഈ സ്റ്റുഡൻസിനെ ഗാന്ധിജി വിളിച്ചത് ഫ്രണ്ട്സ്, സുഹൃത്തുക്കളെ, ഫെലോ സ്റ്റുഡൻസ് എന്നാണ്. സിൻസ് ഐ വിസിറ്റഡ് ഫ്രാൻസ് ആസ് എ സ്റ്റുഡൻറ്റ് ടു സീ ദ എക്സിബിഷൻ അറ്റ് പാരീസ് ഇൻ 1980, ഐ ഹാവ് ലേൺഡ് സംതിങ് ഓഫ് ദ ട്രഡീഷൻസ് ഓഫ് യുവർ കൺട്രി ആൻഡ് ഓഫ് ദ ടീച്ചിങ്സ് ഓഫ് റൂസോ ആൻഡ് വിക്ടർ ഹ്യൂഗോ. ഫ്രാൻസിലെ സ്റ്റുഡൻസ് ആണല്ലോ ഇവിടെ കൂടിയിട്ടുള്ളത്. സോ അവരോട് പറയാണ്, ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കെ ഗാന്ധിജി എന്ത് ചെയ്തിട്ടുണ്ട്? ഫ്രാൻസിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പാരീസിൽ 1890 ഫ്രാൻസിൻ്റെ കേന്ദ്രമായ പാരീസിൽ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടിയിട്ട് ആ സമയം തൊട്ടേ ഐ ഹാവ് ലേൺഡ് സംതിങ്, ഞാൻ പഠിച്ചു. എന്തൊക്കെ ഗാന്ധിജി പഠിച്ചത്? ഓഫ് ദ ട്രഡീഷൻസ് ഓഫ് യുവർ കൺട്രി, ഫ്രാൻസിലെ ആ ഒരു പാരമ്പര്യത്തെക്കുറിച്ച്, ട്രഡീഷൻസ് ഞാൻ പഠിച്ചു. ആൻഡ് ദ ടീച്ചിങ്സ് ഓഫ് റൂസോ ഒരു ഫ്രഞ്ച് തത്വചിന്തകനാണ്. അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് ഞാൻ പഠിച്ചു. ആൻഡ് വിക്ടർ ഹ്യൂഗോ ഒരു എഴുത്തുകാരനാണ്, ഫ്രഞ്ച് ഓതറാണ്. സോ അദ്ദേഹത്തിൻ്റെയും റൂസോയുടെയും വിക്ടർ ഹ്യൂഗോയുടെയും ടീച്ചിങ്സ് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. നൗ ഓൺ മൈ എൻറ്ററിങ് അപ്പോൺ മൈ മിഷൻ, ഇനി ഞാൻ എൻ്റെ മിഷനിലേക്ക് കടക്കുകയാണെങ്കിൽ, മൈ വെരി ഡിഫിക്കൽട്ട് മിഷൻ ഇൻ ഇന്ത്യയിൽ ഞാൻ ലീഡ് ചെയ്യുന്ന ഒരു മിഷൻ വളരെ ബുദ്ധിമുട്ടേറിയ ഒന്നാണ്. ഇറ്റ് ഹാർട്ടൻസ് മീ ടു ഫൈൻഡ് എ വെൽക്കം ഫ്രം യു. ഇറ്റ് ഹാർട്ടൻസ് എന്ന എന്നെ ഇത് സന്തോഷിപ്പിക്കുന്നു എന്നാണ്. ഓക്കെ, ഇറ്റ് ഹാർട്ടൻസ്, ഇതെന്നെ സന്തോഷിപ്പിക്കുന്നു. ടു ഫൈൻഡ് എ വെൽക്കം ഫ്രം യു, നിങ്ങളെല്ലാവരും എന്നെ വെൽക്കം ചെയ്തതിൽ ഞാൻ അധികം സന്തോഷിക്കുന്നു. സോ ഇനി രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് പോകാം. ഹി എക്സ്പൗണ്ടഡ് ദ മെസ്സേജ് ഓഫ് നോൺ വയലൻസ് ടു ദ യൂത്ത്. എക്സ്പൗണ്ടഡ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻഡ്, വിവരിച്ചു എന്നാണ് അർത്ഥം. എന്താ അദ്ദേഹം വിവരിച്ചത്? നോൺ വയലൻസ്, അക്രമരാഹിത്യം, അക്രമമില്ലായ്മ. യൂത്ത്, ഈ അവിടെ കൂടിയ ജനങ്ങൾക്ക് ഗാന്ധിജി എന്ത് ചെയ്തു? അക്രമരാഹിത്യം വിവരിച്ചു കൊടുത്തു. He explained that non-violence was no weapon of the weak but of the strongest. ഗാന്ധിജി പിന്നെ പറയാണ്, നോൺ വയലൻസ്, അക്രമരാഹിത്യം എന്നുള്ളത് വാസ് നോ വെപ്പൺ. വെപ്പൺ എന്ന് പറഞ്ഞാൽ ആയുധം, അത് ആയുധമല്ല. നോ വെപ്പൺ, ആയുധമല്ല. ഓഫ് ദ വീക്ക്, വീക്ക് എന്ന് പറഞ്ഞാൽ അശക്തർ, ശക്തിയില്ലാത്തവർ. അപ്പോൾ ശക്തിയില്ലാത്തവരുടെ ആയുധമല്ല നോൺ വയലൻസ് എന്ന് പറഞ്ഞാൽ. ബട്ട് ഓഫ് ദ സ്ട്രോങ്കസ്റ്റ്, ഏറ്റവും സ്ട്രോങ് ആയ ആൾക്കാരുടേതാണ് അത്. ദാറ്റ് സ്ട്രെങ്ത് വാസ് നോട്ട് മിയർ സ്ട്രെങ്ത് ഓഫ് മസിൽസ്. അപ്പം നമുക്കൊക്കെ ഉള്ള ഒരു വിചാരമുണ്ട്, സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു നല്ല ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെങ്ത് ഓഫ് ദ മസിൽ സ്ട്രെങ്ത് ആണെന്ന്. പക്ഷേ അങ്ങനെയല്ല. ടു എ നോൺ വയലൻറ്റ് മാൻ സ്ട്രെങ്ത് ഓഫ് മസിൽ ഈസ് നോട്ട് നെസസറി. ഗാന്ധിജിയുടെ അഭിപ്രായ പ്രകാരം നോൺ വയലൻ്റ് ആയ ഒരാൾക്ക് മസിൽ സ്ട്രെങ്ത്തിൻ്റെ ആവശ്യമില്ല. ബട്ട് എ സ്ട്രോങ് ഹാർട്ട് ഈസ് എൻ ആബ്സല്യൂട്ട് നെസസിറ്റി. എന്നാൽ ഒരു സ്ട്രോങ് ഹാർട്ട്, ശക്തമായ ഹൃദയം തീർച്ചയായിട്ടും ആവശ്യമുണ്ട് താനോ. ഇവിടെ അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ എസെൻഷ്യലി നീഡഡ്. ഓക്കെ, നെസസിറ്റി, ആവശ്യം. ടു കിൽ ആൻഡ് ടു ബി കിൽഡ് ഇൻ ഫൈറ്റിംഗ് എൻ എനിമി ആർ ആക്ട്സ് ഓഫ് ബ്രേവറി. ബട്ട് ടു സ്റ്റാൻഡ് ദ ബ്ലോസ് ഓഫ് യുവർ adversaries and not to retaliate is a greater form of bravery. പിന്നെ ഗാന്ധിജി പറയാണ്, കൊല്ലുക, അതുപോലെ തന്നെ കൊല്ലപ്പെടുക, ഒരു യുദ്ധം ഒക്കെ ഉണ്ടാകുമ്പോൾ ശത്രുവുമായിട്ട്, എനിമി എന്ന് പറഞ്ഞാൽ ശത്രുവാണ്, ശത്രുവായിട്ടുള്ളൊരു ഫൈറ്റിങ്ങിൽ, ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാലും കൊന്നാലും, യുദ്ധത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് വിചാരിക്കുക, അയാളും ധീരനായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത് അല്ലേ. അതല്ലെങ്കിൽ അയാൾ മറ്റൊരാളെ, എതിർപക്ഷത്തുള്ള ഒരാളെ കൊന്നു, എന്നാലും അത് ധീരതയാണ് അല്ലേ. സോ ടു കിൽ ആൻഡ് ടു ബി കിൽഡ് ഇൻ ഫൈറ്റിംഗ് എൻ എനിമി ആർ ആക്ട്സ് ഓഫ് ബ്രേവറി.
ബ്രേവറി ധീരത, അത് ധീരതയായിട്ടാണ് പരിഗണിക്കുന്നത്. കൊല്ലപ്പെട്ടാലും ശരി, മറ്റൊരാളെ കൊന്നാലും ശരി, എന്താണ് അത് ധീരതയാണ്. ബട്ട് ടു സ്റ്റാൻഡ് ദ ബ്ലോസ് ഓഫ് യുവർ അഡ്വേഴ്സറീസ് എന്ന് പറഞ്ഞാൽ എതിരാളികൾ, ഓപ്പനൻസ്, ശത്രുക്കൾ എന്നാണ് അർത്ഥം. ടു സ്റ്റാൻഡ് ദ ബ്ലോസ് എന്ന് പറഞ്ഞാൽ എൻഡ്യൂർ ഹാർഡ്ഷിപ്സ്, അതായത് നിങ്ങളുടെ എതിരാളികൾ നിങ്ങൾക്കെതിരെ ശക്തമായ ആക്രമണം, വാക്കാലോ പ്രവൃത്തിയാലോ ആക്രമണം നിങ്ങൾക്ക് നേരെ തൊടുത്തു വിടുന്ന സമയത്ത് അതിനെ സഹിച്ചു നിൽക്കുക, അതാണ് പറഞ്ഞത്. സഹിച്ച് ക്ഷമയോടെ നിന്ന് കഴിഞ്ഞാൽ, ഒന്നുകൂടെ പറയാം, ബട്ട് ടു സ്റ്റാൻഡ് ദ ബ്ലോസ് ഓഫ് യുവർ അഡ്വേഴ്സറീസ് ആൻഡ് നോട്ട് ടു റിറ്റാലിറ്റി ഈസ് എ ഗ്രേറ്റർ ഫോം ഓഫ് ബ്രേവറി. അത് ആദ്യം പറഞ്ഞ ബ്രേവറിയേക്കാളേറെ, ധീരതയേക്കാളേറെ മുകളിലുള്ളതാണ്. ഒന്നുകൂടെ, അതായത് നിങ്ങൾ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും മറ്റൊരാളെ കൊല്ലുകയും ചെയ്താൽ ധീരത തന്നെയാണ്. എന്നാൽ നിങ്ങളുടെ ശത്രുവിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കെതിരെ നിരന്തരം ആക്രമണം, വാക്കാലോ പ്രവൃത്തിയാലോ വന്നാൽ അത് സഹിച്ച് ക്ഷമിച്ച് നിന്ന് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞതിനേക്കാളേറെ വലിയ ധീരതയാണ് ഇത് എന്നാണ് പറയുന്നത്. റിറ്റാലിയേറ്റ് എന്ന് പറഞ്ഞാൽ പ്രതികാരം ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ തിരിച്ചടിക്കുക എന്നുള്ള അർത്ഥമാണ്. സോ നോട്ട് ടു റിറ്റാലിയേറ്റ് ആണ് കേട്ടോ, അതായത് തിരിച്ചടിക്കാതിരിക്കുക. ഇനി ദാറ്റ് ഈസ് പ്രിസൈസ്ലി വാട്ട് ഇന്ത്യ ഹാസ് ബീൻ ട്രെയിനിങ് ഹെർസെൽഫ് ഫോർ. സോ അതാണ് ഇന്ത്യ സ്വയം ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത്, അങ്ങനെ ആവാനാണ്, അതായത് സഹനശക്തിയിൽ ഊന്നി നിൽക്കാനാണ് എന്നാണ്. സോ പ്രിസൈസ്ലി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട്. മൂന്നാമത്തെ പാരഗ്രാഫിലേക്ക് പോകാം. ഇൻ വൺ ഓഫ് ഹിസ് സ്പീച്ചസ്, ഗാന്ധിജിയുടെ ഒരു സ്പീച്ചിൽ, ഹി ബ്രോട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ റിവീൽഡ്, വെളിപ്പെടുത്തി, ദ റിലേഷൻ ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് നോൺ വയലൻസ്. ഇപ്പോൾ ഗാന്ധിജി വിദ്യാഭ്യാസവും അക്രമരാഹിത്യവും തമ്മിലുള്ളൊരു ബന്ധം പറയുന്നുണ്ട്. ഹി സെഡ്, ഗാന്ധിജി പറയാം, റിയൽ എഡ്യൂക്കേഷൻ കൺസിസ്റ്റ് നോട്ട് ഇൻ പാക്കിംഗ് ദ ബ്രെയിൻ വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഗാന്ധിജി പറഞ്ഞത് പ്രകാരം എന്തല്ല, ഈ വിവരം, ഫിഗറും ഫാക്റ്റുകളും ഒക്കെ എന്താണ്, കുത്തി നിറക്കുന്നതല്ല. നമുക്കിപ്പോൾ പഠിക്കുന്ന സമയത്ത് പല ഫിഗേഴ്സ് പഠിക്കാണ്ടാവും, അതുപോലെ തന്നെ ഫാക്റ്റ്, വിവരങ്ങളൊക്കെ പഠിക്കാണ്ടാവും. പക്ഷെ അതിങ്ങനെ കുട്ടികളിൽ കുത്തി നിറക്കുന്നതല്ല യഥാർത്ഥ വിദ്യാഭ്യാസം എന്നാണ് ഗാന്ധിജി പറയുന്നത്. ബട്ട് ഇൻ ഡെവലപ്പിംഗ് ക്യാരക്ടർ, നമ്മുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്നതിലാണ് കാര്യമെന്നാണ് ഗാന്ധിജി പറയുന്നത്. I can say that if you explore the possibilities of non-violence, you will find that without character, it will prove a profitless study. അതായത് നോൺ വയലൻസിനെ കുറിച്ച് നിങ്ങൾ പഠിക്കാൻ നോക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് നല്ലൊരു ക്യാരക്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോൺ വയലൻ്റ് ആവാൻ കഴിയില്ല. അതൊരു പ്രോഫിറ്റ്ലെസ് സ്റ്റഡി ആയിരിക്കും, അതുകൊണ്ട് ഗുണമുണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ഇൻ എ മൂവ്മെൻറ്റ് സച്ച് ആസ് വി ആർ കണ്ടക്ടിങ് ഇൻ ഇന്ത്യ, വി നീഡ് ദ ഇൻ്റലക്ച്വൽ സിമ്പതി ഓഫ് ദ ഹോൾ വേൾഡ്. ഇനി മറ്റൊരു കാര്യത്തിലേക്കാണ് വരുന്നത്. അതായത് ഇന്ത്യയിൽ നടക്കുന്ന ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ലോകത്തിൻ്റെ ഇൻ്റലക്ച്വൽ സിമ്പതി ആവശ്യമുണ്ട്. ലോകത്തിൻ്റെ ഇൻ്റലക്ച്വൽ സിമ്പതി ഇന്ത്യക്ക് ആവശ്യമുണ്ട് എന്നാണ്. അപ്പോൾ എന്താണ് ഇൻ്റലക്ച്വൽ സിമ്പതി എന്ന് പറഞ്ഞാൽ? എമ്പതി തന്നെയാണ്. നേരത്തെ പറഞ്ഞാൽ എമ്പതിയാണ്. അതായത് അതിൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഇൻ്റലക്ച്വൽ സിമ്പതിയുടെ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അപ്രീഷിയേറ്റ് അനദർ പേഴ്സൺസ് പെർസ്പെക്റ്റീവ്സ്, തോട്ട് പ്രോസസ്, വാല്യൂസ് ആൻഡ് ബിലീഫ്സ്. മറ്റൊരാളുടെ മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ അത് മനസ്സിലാക്കാനും അതിനെ അംഗീകരിക്കാനുള്ള കഴിവാണ് ഇൻ്റലക്ച്വൽ സിമ്പതി. സോ ലോകത്തിൻ്റെ ആ ഒരു എമ്പതി അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ സിമ്പതി ഇന്ത്യക്ക് ആവശ്യമുണ്ട് എന്നാണ് പറഞ്ഞത്. നാലാമത്തെ പാരഗ്രാഫിലേക്ക് പോകാം. Scores of letters came to Gandhiji daily from all parts of Britain and the continent, welcoming him and expressing sympathy for his mission. Scores of letters എന്ന് പറഞ്ഞാൽ ഒരുപാട് ലെറ്റേഴ്സ് ഗാന്ധിജിയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. എവിടെ നിന്നൊക്കെ? ബ്രിട്ടൻ്റെ പല ഭാഗത്തു നിന്നും, അതുപോലെ തന്നെ കോണ്ടിനെൻറ്റ്, യൂറോപ്പിൻ്റെ എന്ന ഭൂഖണ്ഡം, കോണ്ടിനെൻറ്റ് എന്ന് പറഞ്ഞ ഭൂഖണ്ഡമാണ് ഇവിടെ ഉദ്ദേശിച്ചത്, യൂറോപ്പാണ്. യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഗാന്ധിജിയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. വെൽക്കമിങ് ഹിം, ഗാന്ധിജിയെ ആ രാജ്യങ്ങളിലേക്ക് ക്ഷണിച്ചുകൊണ്ട്. മാത്രമല്ല എക്സ്പ്രസിങ് സിമ്പതി, ഗാന്ധിജി മുന്നോട്ട് നയിക്കുന്ന ഈ അക്രമരഹിത വിപ്ലവത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു പല കത്തുകളും. Old friends who knew him years ago as a young student turned up to see him, and all the English friends, including civil servants, made a point of renewing the friendship. ഇപ്പോൾ ഗാന്ധിജിയുടെ ഓൾഡ് ഫ്രണ്ട്സ്, പഴയ സുഹൃത്തുക്കൾ, അവർ ഗാന്ധിജിയെ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്തെ അറിയാം. അവരൊക്കെ എന്ത് ചെയ്തു? ടേൺഡ് അപ്പ് ടു സീ ഹിം. ടേൺഡ് അപ്പ് എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബാണ്, കെയിം എന്നാണ് അർത്ഥം.
അവരൊക്കെ ഗാന്ധിജിയെ കാണാൻ വേണ്ടി വന്നു. ഇംഗ്ലീഷ് സുഹൃത്തുക്കൾ, ഇംഗ്ലണ്ടിലെ സുഹൃത്തുക്കൾ വന്നു. അതിൽ സിവിൽ സർവൻസ്, ഗവൺമെൻറ് എംപ്ലോയീസ് ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ വന്ന് ഗാന്ധിജിയുമായിട്ട് സൗഹൃദം പുതുക്കി ഗാന്ധിജിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇനി 5ാമത്തെ പാരഗ്രാഫ് നോക്കൂ. ഈവൻ സെലിബ്രിറ്റീസ് ഹു ഹാഡ് ഹേർഡ് അബൌട്ട് ഹിം വർ ഈഗർ ടു മീറ്റ് ഹിം ഇൻ പേഴ്സൺ. സെലിബ്രിറ്റീസ് ആയ ആൾക്കാർ, ഫേമസ് ആയ ആൾക്കാർ പോലും ഗാന്ധിജിയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. Perhaps few would believe that when Gandhiji was told that Mr. Charlie Chaplin would like to see him, he innocently asked who that distinguished person was. അതായത് ആൾക്കാർ പറഞ്ഞാൽ വിശ്വസിക്കില്ല ഒരു കാര്യം. ചാർലി ചാപ്ലിൻ ഒരിക്കൽ ഗാന്ധിജിയെ നേരിട്ട് കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അക്കാര്യം ഗാന്ധിജിയുടെ സുഹൃത്തുക്കൾ പറഞ്ഞപ്പോൾ, സഹചാരികൾ പറഞ്ഞപ്പോൾ ഗാന്ധിജി ചോദിക്കുകയാണ്, ആരാണ് അദ്ദേഹം, ആ വിശിഷ്ട വ്യക്തി. ഡിസ്റ്റിങ്വിഷ്ഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അതാണ് വിശിഷ്ട വ്യക്തി. അപ്പോൾ ചാർലി ചാപ്ലിൻ ആരാണെന്ന് ഗാന്ധിജിക്ക് അറിയില്ല, എന്നാൽ ഗാന്ധിജിയെക്കുറിച്ച് ചാർലി ചാപ്ലിൻ കേൾക്കുകയും ചെയ്തു. സോ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. But as soon as he was told that Mr. Chaplin came from the people and lived for the people and that he had made millions laugh, he agreed to meet him. അപ്പം ആൾക്കാർ ഗാന്ധിജിയോട് പറഞ്ഞു കൊടുത്തു. കാരണം സാധാരണക്കാരിൽ നിന്ന് വന്ന് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് സംസാരിച്ച, സിനിമയിലൂടെ ഒരുപാട് പേരെ ചിരിപ്പിച്ച ഒരു അതുല്യ നടനാണെന്ന് പറഞ്ഞപ്പോൾ ഗാന്ധിജി ആഗ്രഹിച്ചു അദ്ദേഹത്തെ നേരിട്ട് കാണാൻ. ഇനി Chaplin had evidently heard of Gandhiji's spinning wheel, and the very first question he asked was why Gandhiji was against machinery. So ചാപ്ലിൻ ഗാന്ധിജിയുടെ സ്പിന്നിങ് വീൽ, അതായത് ചർക്ക അറിയാലോ, അതിൽ നൂല കൊണ്ടാണ് ഗാന്ധിജി വസ്ത്രം ധരിച്ചിട്ടുള്ളത്. അദ്ദേഹം വിദേശ വസ്ത്രങ്ങളെല്ലാം ഒഴിവാക്കിയിരുന്നു, താൻ തന്നെ നെയ്തെടുത്ത വസ്ത്രങ്ങളായിരുന്നു ധരിച്ചിരുന്നത്. സോ ഇതിനെക്കുറിച്ച് ചാപ്ലിൻ ചോദിച്ചു. അതായത് എന്തുകൊണ്ടാണ് ഗാന്ധിജി മെഷീൻസിനെതിരായത്. ഇംഗ്ലണ്ടിലെ വ്യാവസായിക വിപ്ലവത്തിൻ്റെയൊക്കെ ഭാഗമായിക്കൊണ്ട് മെഷീൻസിൻ്റെ എണ്ണം കൂടി, ജനങ്ങളുടെ തൊഴിലവസരങ്ങൾ പലതും ഇല്ലാതായി. അപ്പോൾ ലാർജ് പ്രൊഡക്ഷൻ മെഷീനിലൂടെ ഉണ്ടാക്കിയാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ. സോ ഇവിടെ ഇന്ത്യയിൽ അത് വന്നിട്ടില്ല. സോ ഇംഗ്ലണ്ടിൽ നിന്നും മറ്റും ഇറക്കുമതി ചെയ്ത വസ്ത്രമൊന്നും ഗാന്ധിജി ധരിച്ചില്ല. ഗാന്ധിജി സ്വയം നെയ്ത വസ്ത്രങ്ങൾ കൊണ്ടായിരുന്നു ധരിച്ചിരുന്നത്. സോ ഗാന്ധിജി ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ മെഷീനറിക്ക് എതിരായതെന്ന് ചോദിച്ചപ്പോൾ ദ ക്വസ്റ്റ്യൻ ഡിലൈറ്റഡ് ഗാന്ധിജി. ഡിലൈറ്റഡ് എന്ന് പറഞ്ഞാൽ സന്തോഷിപ്പിച്ചു. ആ ചോദ്യം ഗാന്ധിജിക്ക് ഇഷ്ടമായി. Who explained to him in detail why the 6 months unemployment of the whole peasant population of India made it important for him to restore them. Gandhiji said, in clothes and food, every nation should be self-contained. We were self-contained and want to be so again. അതായത് 6 മാസത്തെ ഒരു അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ, അത് പെസൻറ്റ് പോപ്പുലേഷൻ, ഇന്ത്യയിലെ ഈ പെസൻറ്റ് എന്ന് പറഞ്ഞാൽ കർഷകരാണ്. ആ സമൂഹത്തെ ഒന്നടങ്കം ബുദ്ധിമുട്ടിലാക്കി. അത് ഗാന്ധിജിക്ക് മനസ്സിലായി. സോ അത് അവർക്ക് തിരികെ അവരെ തൊഴിലേക്ക് പ്രവേശിപ്പിക്കണം. അതായത് ഈ മെഷീനറി പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ, മെഷീനിലടിച്ച ഡ്രസ്സുകൾ ഇന്ത്യയിലേക്ക് ബ്രിട്ടൻ ഒരുപാട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഹാൻഡ്ലൂം വീവേഴ്സ് ഉണ്ട്. അതായത് ഈ കൈകൾ കൊണ്ട് കൈത്തറി വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്ന നെയ്ത്തുകാർ, നല്ല ഒരു കലയാണല്ലോ അത്. സോ അത്തരം ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അടിപൊളി ഫൈൻ ഡ്രസ്സ് ഉണ്ടാക്കുന്ന ഇന്ത്യക്കാർ. അവർക്കെല്ലാം തൊഴിൽ നഷ്ടപ്പെടും. അത് പേടിച്ചിട്ടാണ് ഗാന്ധിജി മെഷീനറിക്ക് എതിരായത്. അതാ പറഞ്ഞത്. അപ്പോൾ ഗാന്ധിജി പറയാണ്, ഓരോ രാജ്യവും ക്ലോത്ത് വസ്ത്രത്തിലും, ഫുഡ് ഭക്ഷണത്തിലും, അതുപോലെ തന്നെ ക്ലോത്ത് വസ്ത്രത്തിലും എന്താവണം? സെൽഫ് കണ്ടെയ്ൻഡ് ആവണം. സെൽഫ് കണ്ടെയ്ൻഡ് എന്ന് പറഞ്ഞാൽ സെൽഫ് സഫിഷ്യൻറ്റ്, ഇൻഡിപെൻഡൻറ്റ്, മറ്റൊരാളെ ആശ്രയിക്കരുത്. അതായത് ബ്രിട്ടനെ ആശ്രയിക്കാൻ പാടില്ല. ഇന്ത്യ എന്തായിരിക്കണം? സ്വയം അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാർ അങ്ങനെയായിരുന്നു ബ്രിട്ടൻ്റെ അധിനിവേശത്തിന് മുമ്പ്. ഇനി അങ്ങനെ തന്നെ ആവണമെന്നാണ് ഗാന്ധിജി പറഞ്ഞത്. 6ാമത്തെ പാരഗ്രാഫിലേക്ക് പോകാം. There were requests from various women's organizations for an address by Gandhiji, and he addressed the Women's India Council in Morley College Hall. ഒരുപാട് സ്ത്രീ കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു. അവരെല്ലാം ഗാന്ധിജിയെ ക്ഷണിച്ചു. ഗാന്ധിജി വന്നിട്ട് അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഗാന്ധിജി വിമൻസ് ഇന്ത്യ കൗൺസിൽ
മീറ്റിംഗ് മോർലി കോളേജ്, അത് ലണ്ടനിലാണ്, ഇംഗ്ലണ്ടിലെ ലണ്ടനിലാണ്. സോ അത് അവിടെ പോയിട്ട് ഗാന്ധിജി ഇവരോട് സംസാരിച്ചു. ഗാന്ധിജി took the opportunity of recollecting various notions about the women of India. അപ്പം ഇന്ത്യയിലെ സ്ത്രീകളെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഗാന്ധിജി അവിടെ സംസാരിക്കുകയുണ്ടായി. He presented a vivid picture of the heroic part they played during the freedom struggle. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്ത്രീകൾ മുന്നോട്ട് വെച്ച അവരുടെ പോരാട്ട വീര്യം, അവർ ചെയ്ത ഒരുപാട് ഹീറോയിക് ഭാഗങ്ങളെല്ലാം ഗാന്ധിജി പറഞ്ഞു. നോ ഹിൻഡ്രൻസസ് ഹാവ് ബീൻ പ്ലേസ്ഡ് ഇൻ ദ വേ ഓഫ് ദെയർ എൻട്രിങ് പബ്ലിക് ലൈഫ്. ഗാന്ധിജി പറയാം, ഹിൻഡ്രൻസസ് എന്ന് പറഞ്ഞ തടസ്സങ്ങൾ ഇന്ത്യൻ സ്ത്രീകൾക്ക് എപ്പോഴും പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വരാം. അവിടെ ഒരു ഹിൻഡ്രൻസ്, ഒരു തടസ്സമില്ല. For several years, when our organizations were declared illegal and those in charge of them out into prison, it was the women who came to the forefront and filled the jail. Forefront എന്ന് പറഞ്ഞാൽ മുൻനിര. ഒരുപാട് വർഷക്കാലം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം സേനാനികളെ, അതുപോലെ തന്നെ അതിൻ്റെ ഓർഗനൈസേഷനൊക്കെ എന്താണ്, ഇല്ലീഗൽ എന്ന് പറഞ്ഞാൽ നിയമത്തിനെതിരെയായിട്ട് പ്രഖ്യാപിക്കുകയും ബ്രിട്ടീഷുകാർ പ്രത്യേകിച്ച് ആണുങ്ങളെല്ലാം കൊണ്ട് ജയിലിടുകയും ചെയ്ത സമയത്ത് ഇത് മുന്നോട്ട് നയിച്ചത് സ്ത്രീകളാണ്. ഓക്കെ, പലപ്പോഴും സ്ത്രീകൾ വരെ അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. He then went on to describe how they came out their homes in the mass and showed an awakening which was miraculous. ഗാന്ധിജി പിന്നെ പറയാണ് എങ്ങനെയാണ് സ്ത്രീകൾ വീട് വിട്ട് ഇറങ്ങിയത്. എന്തിനാണ് വീട് വിട്ട് ഇറങ്ങിയത്? ഷോപ്പിങ്ങിനല്ല, പിന്നെ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇൻ വൺ മാസ് എന്ന് പറഞ്ഞ കലക്റ്റീവ്ലി, ഷോഡ് ആൻ അവേക്കനിങ് എന്ന് പറഞ്ഞാൽ അവർ സ്വയം കഴിവ് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വന്നു എന്നുള്ള അർത്ഥമാണ്. ഷോഡ് ആൻ അവേക്കനിങ് വിച്ച് വാസ് മിറാക്കുലസ്, അത് അത്ഭുതകരമായിരുന്നു ഇന്ത്യൻ സ്ത്രീകളുടെ മുന്നോട്ടുള്ള കടന്നുവരവ്. ദേ ടുക്ക് പാർട്ട് ഇൻ പ്രൊസീഡിങ്സ്. ഇവിടെ പ്രൊസീഡിങ്സ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരമാണ്. സോ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ടുക്ക് പാർട്ട് എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പേറ്റഡ്. ഡിഫൈഡ് ദ ലോ, നിയമത്തെ വെല്ലുവിളിച്ചു, ബ്രിട്ടീഷ് നിയമത്തെ. ആൻഡ് ബോർ ദ ലാത്തി ബ്ലോസ്. ബോർ എന്ന് പറഞ്ഞാൽ സഹിച്ചു, അടി കൊണ്ടു. ദ ലാത്തി ബ്ലോസ്, ലാത്തി കൊണ്ടുള്ള അടി കൊണ്ടു സ്ത്രീകൾ. വിത്തൗട്ട് റേസിംഗ് എ ലിറ്റിൽ ഫിംഗർ, ഒരു ചെറുവിരൽ പോലും അനക്കാതെ. It was not learned women like Sarojini Naidu, but hundreds of unlettered women who had borne lathi blows to the head, bleeding profusely, while standing unflinchingly, ordering their companions not to move. ഇനി ഈ ലാത്തി ചാർജ് എല്ലാം സഹിച്ച് കൊണ്ട് ആയ സ്ത്രീകൾ ആരാണത്? അതിൽ നോട്ട് ലേണിഡ് വിമൻ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന സ്ത്രീകളായിരുന്നില്ല. ലൈക്ക് സരോജിനി നായിഡു പോലെയുള്ള വിദ്യാസമ്പന്നരായ സ്ത്രീകളായിരുന്നില്ല ഇങ്ങനെ സമരം മുന്നോട്ട് നയിച്ച് വന്നത്. ബട്ട് ഹൺഡ്രഡ്സ് ഓഫ് അൺലെറ്റേർഡ് വിമൻ. അൺലെറ്റേർഡ് എന്ന് പറഞ്ഞാൽ ഇല്ലിറ്ററേറ്റ്, എഴുത്തും വായനൊന്നും അറിയാത്ത അല്ലെങ്കിൽ വിദ്യാഭ്യാസമില്ലാത്ത സ്ത്രീകളാണ് മുന്നോട്ട് വന്നത്. ഹു ഹാഡ് ബോൺ ലാത്തി ബ്ലോസ്, ലാത്തി ചാർജ് എല്ലാം അവർ സഹിച്ചു. ടു ദ ഹെഡ്, തലക്കടി കൊണ്ടു. ബ്ലീഡിങ് പ്രൊഫ്യൂസ്ലി, രക്തമൊലിപ്പിച്ചു. പ്രൊഫ്യൂസ്ലി, ഒരുപാട്. വൈൽസ്റ്റ് എന്ന് ആ സമയത്ത് നടത്താണ്. സ്റ്റാൻഡിങ് അൺഫ്ലിഞ്ചിങ്ലി, ആ സമയത്ത് സ്റ്റാൻഡിങ് ഡിറ്റർമൈൻഡ് വേ എന്ന് പറഞ്ഞാൽ അൺഫ്ലിഞ്ചിങ്ലി, പിറകോട്ട് പോവാതെ സമരം മുന്നോട്ട് നയിച്ചു. ഓർഡറിങ് ദെയർ കമ്പാനിയൻസ് നോട്ട് ടു മൂവ്, അവരും പിറകോട്ട് പോയില്ല. അടികൊണ്ട് തല പൊട്ടി കൈയും കാലൊക്കെ മുറിവേറ്റു. ഇവരെന്ത് ചെയ്തില്ല? പിറകോട്ട് പോയില്ല. അവരുടെ കമ്പാനിയൻസ്, അവരുടെ സുഹൃത്തുക്കളോട്, അവരുടെ ഒപ്പമുള്ള മറ്റുള്ള സ്ത്രീകളോട് പറഞ്ഞു പിറകോട്ട് പോകരുത് എന്ന് പറഞ്ഞു. ഇനി 7th പാരഗ്രാഫ് നോക്കാം. About Indian independence, Gandhiji made his point of view clear at many a meeting. ഒരുപാട് മീറ്റിംഗ്സിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിനെ കുറിച്ച് ഗാന്ധിജി ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. I am not here to beg for independence, but I have come as a result of last year's suffering. There is no such thing as a gift of independence from one nation to another. I am here to testify that we shall continue the process of self-sacrifice until at last no Britisher will want to remain in India as a ruler. എന്താ ഗാന്ധിജി പറഞ്ഞത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജി തൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് മീറ്റിങ്ങിൽ. ഐ എം നോട്ട് ഹിയർ ടു ബെഗ് ഫോർ ഇൻഡിപെൻഡൻസ്.
ഞാൻ ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യം യാചിക്കാൻ വന്നതല്ല, അതായത് ബ്രിട്ടൻ്റെ അടുത്തു നിന്നും ഇന്ത്യ യാചിച്ചു വാങ്ങേണ്ടതല്ല സ്വാതന്ത്ര്യം എന്നുള്ളത്, അത് ഇന്ത്യയുടെ അവകാശമാണ്. ബട്ട് ഐ ഹാവ് കം ആസ് എ റിസൾട്ട് ഓഫ് ലാസ്റ്റ് ഇയർ സഫറിങ്. പക്ഷേ അവിടെ വന്നത് കഴിഞ്ഞ വർഷം നമ്മൾ അനുഭവിച്ച യാതനകൾ കൊണ്ടാണ്. സഫറിങ്. ദർ ഇസ് നോ സച്ച് തിങ് ആസ് എ ഗിഫ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ഫ്രം വൺ നേഷൻ ടു അനദർ. ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തിന് നൽകുന്ന ഗിഫ്റ്റ് അല്ല ഇൻഡിപെൻഡൻസ്. ബ്രിട്ടൻ ഇന്ത്യക്ക് നൽകുന്ന ഗിഫ്റ്റ് അല്ല സ്വാതന്ത്ര്യം എന്നുള്ളത്, അത് നമ്മുടെ അവകാശമാണ്. ഐ ആം ഹിയർ ടു ടെസ്റ്റിഫൈ എന്ന് പറഞ്ഞാൽ സാക്ഷ്യപ്പെടുത്തുക. ദാറ്റ് വി ഷാൽ കണ്ടിന്യൂ ദ പ്രോസസ് ഓഫ് സെൽഫ് സാക്രിഫൈസ്. സ്വയം ത്യാഗം ചെയ്യൽ. ഇന്ത്യക്കാർ സ്വയം ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. സ്വന്തം ജീവനും ആരോഗ്യവും കുടുംബവും സമ്പത്തും ജോലിയും എല്ലാം ആയുസ്സുമെല്ലാം സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത്. അത് നമ്മൾ തുടരും. ഷാൽ കണ്ടിന്യൂ, തുടരും. അൺടിൽ, ഏതുവരെ? അറ്റ് ലാസ്റ്റ് നോ ബ്രിട്ടീഷർ വിൽ വാണ്ട് ടു റിമെയിൻ ഇൻ ഇന്ത്യ ആസ് എ റൂളർ. റിമെയിൻ, ഇവിടെ നിലനിൽക്കുക. ആസ് എ റൂളർ, ഒരു റൂളറായിട്ട് അവസാനത്തെ ബ്രിട്ടീഷുകാരനും ഇന്ത്യ വിട്ട് പോകണം. ഒരു റൂളറായിട്ട് ബ്രിട്ടീഷുകാരൻ നിൽക്കേണ്ട. പക്ഷേ ബ്രിട്ടീഷുകാർക്ക് നിൽക്കാം ആസ് എ ഗസ്റ്റ്, ആസ് എ ടൂറിസ്റ്റ്, ആസ് എ ഫോറിനർ. അല്ലാതെ റൂളറായിട്ട് ഇവിടെ നിൽക്കേണ്ട എന്നാണ് പറഞ്ഞത് ഗാന്ധിജി. അറ്റ് ദ ഫെഡറൽ സ്ട്രക്ചറൽ കമ്മിറ്റി ഓഫ് ദ റൗണ്ട് ടേബിൾ കോൺഫറൻസ്. ഇവിടെ ഫെഡറൽ സ്ട്രക്ചറൽ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അത് എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് ആൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ എ ഗവൺമെൻറ് ടു എക്സാമിൻ ആൻഡ് പ്രപ്പോസ് സൊല്യൂഷൻ റിലേറ്റഡ് ടു ദ ഡിവിഷൻ ഓഫ് പവർ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഇൻ ബിറ്റ്വീൻ എ സെൻട്രൽ ആൻഡ് അതോറിറ്റി ആൻഡ് റീജിയണൽ യൂണിറ്റ്. ഫെഡറൽ സിസ്റ്റം എന്താ നമുക്കറിയാം അല്ലേ? സെൻട്രൽ ഗവൺമെൻറ്റും താഴെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതിന് താഴെ ചെറിയ ഗവൺമെൻറ് ബോഡി എല്ലാം കൂടി ചേർന്ന്. സോ ഫെഡറൽ സ്ട്രക്ചറൽ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ നിയമം ഉണ്ടാക്കുന്ന ഗ്രൂപ്പ് അവരെന്താ ചെയ്യുന്നത്? എക്സാമിൻ ചെയ്യും, പ്രപ്പോസ് ചെയ്യും. ഈ പവർ, അധികാര വികേന്ദ്രീകരണം, അധികാരം കേന്ദ്രത്തിലും അതുപോലെ തന്നെ സ്റ്റേറ്റിലൊക്കെ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന കമ്മിറ്റിയാണ് ഫെഡറൽ സ്ട്രക്ചറൽ കമ്മിറ്റി. റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ വെച്ചിട്ട് ഈ ഫെഡറൽ കമ്മിറ്റി ഉണ്ടല്ലോ, ആ കൂടിയ സമയത്ത് ഗാന്ധിജി സ്പോക്ക് അബൌട്ട് ഹിസ് ഡ്രീം ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വട്ടമേശ സമ്മേളനം കേട്ടിട്ടുണ്ടാവും. അതാണ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. സോ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആണ് നടന്നിട്ടുള്ളത്. സോ ഇവിടെ പറയാണ് ഗാന്ധിജി സ്പോക്ക് അബൌട്ട് ഹിസ് ഡ്രീം ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. ഗാന്ധിജി ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയെക്കുറിച്ച് തൻ്റെ സ്വപ്നം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇഫ് ഐ വാണ്ട് ഫ്രീഡം ഫോർ മൈ കൺട്രി, ഗാന്ധിജി പറയാണ് എൻ്റെ രാജ്യത്തിന് ഫ്രീഡം വേണമെങ്കിൽ ഐ ഡു നോട്ട് want the freedom in order that I may exploit any other race upon earth or any single individual. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞു, പക്ഷെ അവിടെ ഞാൻ എന്ത് ചെയ്യില്ല? എക്സ്പ്ലോയിറ്റ് ചെയ്യില്ല, ചൂഷണം ചെയ്യില്ല ഒരു റേസിനെയും ഒരു വിഭാഗത്തിനെയും. ഈ ഭൂമിക്ക് മുകളിലുള്ള ഒരു വിഭാഗം ജനങ്ങളെയും ഞാൻ എന്ത് ചെയ്യില്ല? ചൂഷണം ചെയ്യില്ല. അവർ അനർഹമായതൊന്നും പിടിച്ച് ഇന്ത്യ അവരിൽ നിന്നും വാങ്ങുന്നില്ല. ഒരു സിംഗിൾ ഇൻഡിവിജ്വലിനെ പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നില്ല. Thus Gandhiji, along with all the other freedom fighters, persuaded the British rulers to give India her legitimate independence, which in his words was her birthright. അങ്ങനെ അപ്രകാരം ദസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്നാണ്. ഗാന്ധിജി എലോങ് വിത്ത്, അതോടൊപ്പം ആരൊപ്പം? അതർ ഫ്രീഡം ഫൈറ്റേഴ്സ്, മറ്റുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾക്കൊപ്പം പെർസ്വേഡഡ്, പ്രേരിപ്പിച്ചു എന്നാണ്. ബ്രിട്ടീഷ് റൂളേഴ്സിനെ പ്രേരിപ്പിച്ചു ടു ഗിവ് ഇന്ത്യക്ക് തിരികെ നൽകാൻ ഹെർ, അവളുടെ, അതായത് ഇന്ത്യയുടെ ലെജിറ്റിമേറ്റ്, നിയമപരമായ, ലോഫുള്ളായ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം. വിച്ച് ഇൻ ഹിസ് വേർഡ്സ്, ഗാന്ധിജിയുടെ വാക്കിൽ അതെന്തായിരുന്നു? വാസ് ഹെർ ബർത്ത് റൈറ്റ്, ജന്മാവകാശമാണ് ഇന്ത്യയുടെ ജന്മാവകാശമാണ് സ്വാതന്ത്ര്യം. അത് ബ്രിട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടാൻ വേണ്ടി ഗാന്ധിജി പ്രയത്നിച്ചു. ദ ഡ്രീം ഓഫ് ഇൻഡിപെൻഡൻസ് വാസ് അക്കംപ്ലിഷ്ഡ് ബൈ ഹിസ് ഇനിമിറ്റബിൾ മെത്തേഡ് ഓഫ് അൺവേവറിങ് നോൺ വയലൻസ് ആൻഡ് നോൺ കോപ്പറേഷൻ. അങ്ങനെ ഇന്ത്യയുടെ ആ ഒരു സ്വാതന്ത്ര്യം, ഡ്രീം ഓഫ് ഗാന്ധിജിയുടെ, ഗാന്ധിജിയുടെ മാത്രമല്ല എല്ലാവരുടെയും ഡ്രീം, സ്വപ്നമായ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം അങ്ങനെ അക്കംപ്ലിഷ്ഡ് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമായി. ഓക്കെ, അങ്ങനെ അവസാനം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഡ്രീംസ് റിയലൈസ്ഡ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് അല്ലേ. സോ അങ്ങനെ ആ സ്വാതന്ത്ര്യം സാക്ഷാത്കരിക്കപ്പെട്ടു ബൈ ഹീസ് ഇനിമിറ്റബിൾ, ഇമിറ്റേറ്റ് ചെയ്യാൻ കഴിയാത്ത, യുണീക്കായ, അതിനർത്ഥം ഇനിമിറ്റബിൾ എന്ന് പറഞ്ഞാൽ യുണീക്ക്, അതുപോലെ ഒന്ന് മാത്രമേ ഉള്ളൂ എന്നർത്ഥം, അദ്വൈതമായ ആ ഒരു മെത്തേഡ്. എന്തായിരുന്നു ഗാന്ധിജിയുടെ മെത്തേഡ്? അൺവേവറിങ്, അചഞ്ചലമായ, നോൺ വയലൻസ്, അക്രമരാഹിത്യം, ആൻഡ് നോൺ കോപ്പറേഷൻ. അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് ഒരു തരത്തിലും
സഹകരിക്കാത്ത നിലപാടാണ് നോൺ കോപ്പറേഷൻ അല്ലെങ്കിൽ നിസ്സഹകരണം. സോ ഗാന്ധിയുടെ ആയുധങ്ങൾ നിസ്സഹകരണവും നോൺ വയലൻസും ആയിരുന്നു എന്നാണ് പറഞ്ഞത്. സോ ഇതെന്താണ് നമ്മളിന്ന് വായിച്ച ഈ ഒരു പാഠഭാഗം? അത് എക്സേപ്റ്റ്സ്, അത് എവിടെ നിന്ന് എടുത്ത ഭാഗങ്ങളാണ്? എക്സേപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഭാഗങ്ങളാണ്. ഫ്രം ദ നേഷൻസ് വോയിസ്, എ കളക്ഷൻ ഓഫ് ഗാന്ധിജി സ്പീച്ചസ് ആൻഡ് മഹാദേവ് ദേശായിസ് അക്കൗണ്ട് ഓഫ് മഹാത്മാഗാന്ധീസ് ജേർണി ടു ഇംഗ്ലണ്ട്. സോ ഈ നമ്മൾ പഠിച്ച ഈ പാഠഭാഗം ദ നേഷൻസ് വോയിസ് എന്നെടുത്താണ്. അതെന്താണ്? എ കളക്ഷൻ ഓഫ് ഗാന്ധിജി സ്പീച്ചസ്, ഗാന്ധിജിയുടെ പ്രസംഗങ്ങളും ഗാന്ധിജിയുടെ കുറിച്ചുള്ള കുറച്ച് വിവരണങ്ങളും മഹാദേവ് ദേശായിയുടെ വിവരണങ്ങളുമാണ് അതിലുള്ളത്. ഓക്കെ, ഈ ഒരു പാഠഭാഗം ഇവിടെ അവസാനിക്കുന്നു. പൂർണ്ണമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.